മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ക്രിസ്മസ് പ്രാർത്ഥനാ യോഗത്തിനിടെ പോലീസ് കസ്റ്റഡിയിലെടുത്ത മലയാളി വൈദികൻ ഉൾപ്പെടെ 6 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. അവിടെയും നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് നാഗ്പൂർ മിഷനിലെ ഫാദറും തിരുവനന്തപുരം സ്വദേശിയുമായ സുധീറിനെ ഇന്നലെ മഹാരാഷ്ട്ര പോലീസാണ് കസ്റ്റഡിയെടുത്തത്. അറസ്റ്റിലായവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയേക്കും. PR അരവിന്ദ് തുടരുന്നുണ്ട്. അരവിന്ദ്, എന്താണ് ഇവർക്കെതിരെ എടുത്ത കുറ്റം? എഫ്ഐആറിൽ എന്തൊക്കെയാണ് പോലീസ് ചുമത്തിയിട്ടുള്ളെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. എഫ്ഐആറിന്റെ പകർപ്പ് അല്പസമയത്തിനകം ലഭിക്കുമെന്നതാണ് CSI പ്രതിനിധികൾ അടക്കം വ്യക്തമാക്കുന്നത്. ഇന്നലെ ഒരു ക്രിസ്മസ് അതുപോലെ തന്നെ പുതുവത്സരവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കാൻ പോയതാണ് ഈ ഫാദർ എന്ന് പറയുന്നത്. ഫാദർ സുധീർ അതുപോലെ തന്നെ ഭാര്യ ജാസ്മിൻ എന്നിവരാണ് ക്ഷണപ്രകാരം പ്രാദേശികമായിട്ടുള്ള വൈദികരുടെ ക്ഷണപ്രകാരം അവിടേക്ക് എത്തിയത്. പക്ഷേ പോലീസ് അവിടേക്ക് ഉടൻ തന്നെ എത്തുകയും ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. നിർബന്ധിത മതപരിവർത്തനം അടക്കം ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. തിരുവനന്തപുരം അമരവിള സ്വദേശിയാണ് ഫാദർ എന്ന് പറയുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് അവരെ കോടതിയിൽ ഹാജരാക്കും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. CSI പ്രതിനിധികളുമായി നമ്മൾ ആശയവിനിമയം നടത്തുന്നുണ്ട്. പക്ഷേ വലിയ രീതിയിലുള്ള ആശങ്കയിലാണ് അവരുള്ളത്. കാരണം അവിടേക്ക് എത്തിയ ചിലരെ കൂടി, കാരണം ഇവർ കസ്റ്റഡിയിലായെന്നറിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ എത്തിയ ചിലരെ കൂടി അവിടെ പോലീസ് പിടിച്ചു വച്ചിരിക്കുന്നു എന്നത് റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ബാഹ്യ സമ്മർദ്ദം ഈ പോലീസിന് മേലുണ്ട് എന്നതാണ് CSI പ്രതിനിധികൾ ഇപ്പോൾ വ്യക്തമാക്കുന്നവർ. ഇത് നേരിട്ട് തുറന്നു പറയാൻ തയ്യാറല്ല. പക്ഷേ വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉണ്ടാക്കുന്നു. കാരണം ഇന്നലെ വൈകുന്നേരം ഒരു 8 മണിയോടുകൂടിയാണ് ഈ ക്രിസ്മസും അതുപോലെ തന്നെ പുതുവത്സരവുമായി ബന്ധപ്പെട്ട ക്രിസ്മസ് പരിപാടിയിൽ പങ്കെടുക്കാൻ ഈ ഫാദർ എത്തുന്നത്. ഇത് സ്വകാര്യമായി നടത്തിയൊരു ചടങ്ങായിരുന്നു. പക്ഷേ നിർബന്ധിത മതപരിവർത്തനം അടക്കം നടത്തിയെന്ന ചിലരുടെ പരാതിയിൽ മേലാണ് നടപടി എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും വലിയ ആശങ്കയിൽ തന്നെയാണ് ഉത്തരേന്ത്യയും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെയും ക്രൈസ്തവരുടെ അവസ്ഥയെന്ന് പറയുന്നത്. എന്തായാലും വലിയ ആശങ്കയുണ്ടാക്കുന്നു സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന്. കാരണം നമുക്കറിയാം ഈ ക്രിസ്മസ് ദിനത്തിലും അതുപോലെ തന്നെ മറ്റ് ചടങ്ങുകളിലെല്ലാം പ്രധാനമന്ത്രി അടക്കമുള്ളവർ ദേവാലയങ്ങൾ സന്ദർശിക്കുന്നു. ക്രൈസ്തവർക്കൊപ്പം എന്ന് പറയുമ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും വലിയ രീതിയിലുള്ള അതിക്രമങ്ങളാണ് ക്രൈസ്തവർക്ക് നേരെ ഉണ്ടാകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട FIRന്റെ പകർപ്പ് ലഭിച്ചാൽ മാത്രമായിരിക്കും ഏതൊക്കെ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ടെന്ന കാര്യത്തിൽ വ്യക്തത വരിക. നേരത്തെ മഹാരാഷ്ട്രയിൽ സമാനമായ രീതിയിൽ ഒരു ഫാദർ ഗോഡ്വിനെതിരെ പോലീസ് ഇത്തരത്തിൽ നടപടിയെടുത്തിരുന്നു. നിരവധി ദിവസം ജയിലിൽ കടന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് പിന്നീട് ജാമ്യം ലഭിക്കുകയും പുറത്തു വരികയും സാധിച്ചത്. ഛത്തീസ്ഗഡിലെ സ്ഥിതി നമ്മൾ കണ്ടതാണ്. അപ്പോൾ വലിയ രീതിയിൽ ആശങ്കയിൽ തന്നെയാണ് ഇപ്പോൾ തുടരുന്നത്. FIRന്റെ പകർപ്പ് ലഭിച്ചാൽ മാത്രമായിരിക്കും ഏതൊക്കെ വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാകൂ. ഫാദർ സുധീർ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ജാസ്മിൻ അതുപോലെ തന്നെ 4 പ്രാദേശികമായിട്ടുള്ള 2 വൈദികരും അവരുടെ കുടുംബാംഗങ്ങളെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിവരങ്ങൾ